ആ ഭാർഗവ പണിക്കർക്ക് ബോധം തെളിഞ്ഞെന്ന്. വാട്ട് ആർ യു ടോക്കിംഗ് ആന്റി? സത്യാണ് മഞ്ജരി, അയാളിപ്പോ വിളിച്ചിരുന്നു ഇങ്ങോട്ട്. അരുണിമീച്ചയോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്. അത് കേട്ടത് ചേച്ചി അങ്ങോട്ടേക്ക് പോയിരിക്കുക. ഓ മൈ ഗോഡ്, ആ പണിക്കർക്ക് കോമയെന്ന് നേരെ അങ്ങ് ചത്തു തൊലയാനുള്ളതിന് പുല്ല് പോലെ വീണ്ടും എഴുന്നേറ്റ് വന്നിരിക്കുന്നോ? എന്റെ പൊന്നു മഞ്ജരി, അയാള് ചത്തോ ജീവിച്ചോ എന്നുള്ളതൊന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ വിഷയം എന്ന് ഓർക്ക്. അവന് അരുണിമീച്ചയോട് എന്തെങ്കിലും പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും കാര്യം കഴിയും. അതിനെ കുറിച്ച് ചിന്തിക്ക്. അങ്ങനെ വല്ലതും പറയാനായിട്ട് അയാളുടെ കൊക്കിന് ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ? വെറുതെ വിടില്ല ആന്റി ഞാൻ അവനെ. അരുണിമാന്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അയാള് സ്വർഗലോകത്തിലേക്കുള്ള അയാളുടെ യാത്ര തുടങ്ങിയിരിക്കും. മേഘനയുടെ കാര്യത്തിൽ നീ ഇത് തന്നെയാ ചെയ്തത്. വല്ലവനെയും വിശ്വസിച്ചു. ഒടുവിൽ അവൻ എന്താ ചെയ്തിട്ട് പോയെന്ന് അറിയാലോ. പിന്നെയും ആ തെറ്റ് തന്നെ ആവർത്തിക്കില്ലേ മഞ്ജരി? ഒരിക്കലും ഇല്ല. ഞാനിപ്പോ മറ്റാരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. വെക്കട്ടെ. മേഘന എവിടെ? മേഘനെ, മേഘനെ, മേഘനെ. ഇത് മേഘനയുടെ വളയാണല്ലോ. ഇനി മേഘനയെ രാത്രി വന്ന റൗഡികളെങ്ങാനും പിടിച്ചോണ്ട് പോയി കാണോ? ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? മേഘനെ, 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 മേഘനെ. മേഘനെ, ഇങ്ങോട്ട് വരല്ലേ മിഥുനേട്ടാ, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കാം. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മേഘനെ. എന്തു പറ്റി മിഥുനേട്ടാ? കണ്ണ് തുറന്നു നോക്കുമ്പോ ആളെ കണ്ടില്ലെങ്കിൽ പിന്നെ പേടിച്ചു പോവില്ലേ? സോറി മിഥുനേട്ടാ. മിഥുനേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാ പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, അവിടെ ഒരു നല്ല വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല രസമുണ്ട് ഏട്ടാ. ഏട്ടനെ ഇവിടെ ചെന്നൊന്ന് കുളിച്ചിട്ട് വാ. നീ കുളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കുളിച്ചോളാം. മിഥുനേട്ടാ, രാത്രി തുടങ്ങി വികൃതിയാണ് കേട്ടോ. ഇതൊന്നും അത്ര നല്ലതിനല്ല. ഞാൻ കുളിപ്പിക്കൊന്നുമില്ല. ഏട്ടൻ തന്നെ ചെന്ന് കുളിച്ചിട്ട് വാ. ചെല്. നീ എങ്ങാനും വാ തുറന്ന് സത്യം പുറത്തു പറഞ്ഞാ പിന്നെ ഇത്രയും നാളും ഞാൻ ജീവിച്ചിരുന്നതിന് പോലും അർത്ഥമില്ലാണ്ടാവും. എനിക്ക് തൽക്കാലം എന്റെ ജീവിതം രക്ഷിച്ചേ പറ്റൂ. അതിന് നീ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നത് തന്നെ നല്ലത്.
എടി മഞ്ജരി, ഇതൊന്നും വേണ്ട മോളെ. വേണ്ടാത്ത പ്രശ്നങ്ങളാ നീ വരുത്തി വെക്കുന്നത് കേട്ടോ. മോം, ദയവ് ചെയ്തു മോം ഈ കാര്യത്തിൽ ഇടപെടരുത്. മഞ്ജരി, ആതിരെ, നിങ്ങളെന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല ആന്റി. പണിക്കർക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു പോവാൻ വേണ്ടി വന്നതാ. കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തില് നീ ആകെ അപ്സെറ്റ് ആയിരിക്കുമെന്നും പഴയതുപോലെയൊന്നും ആവില്ല എന്നും വിചാരിച്ചതാ. അതിന്ന് എന്തായാലും പുറത്തു കടന്നല്ലോ. നിന്നിങ്ങനെ കാണുമ്പോഴെനിക്ക് സമാധാനാവുന്നത്. ഇനി എന്നും നീ ഇതുപോലെ തന്നെ ആവണം. ഈശ്വര, ഇവൻ കണ്ണു തുറക്കുവോ? അരുണിമാന്റിയോട് ഇവൻ വല്ലതും പറഞ്ഞ പിന്നെ അതു മതി. ഭാർഗവ പണിക്കരെ, ഇപ്പൊ ആരോഗ്യം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല അരുണിമേ. അതിരിക്കട്ടെ, എന്നോടെന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പണിക്കരുത്? വളരെ വലിയൊരു കാര്യമാണ് അരുണിമേ. നിങ്ങളുടെ വീട്ടിലെ സകല കാര്യങ്ങളും തകിടം മറിക്കുന്ന കാര്യം അത്. നിന്റെ കണ്ണിൽ കെട്ടപ്പെട്ടിരിക്കുന്ന തിരശ്ശീല അത് അടിച്ചു മാറ്റും അരുണിമേ. അത്രയും വലിയ കാര്യം എന്താ പണിക്കരെ? അത് ഞാൻ പറയാം. എന്തായാലും പറഞ്ഞു പണിക്കരെ. മഞ്ജരി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? പണിക്കരെ കാണാൻ വേണ്ടി വന്നതവരും. അവൾ അവിടെ നിന്നോട്ട് കാര്യം പറയും. പണിക്കരെന്തിനാ അവളെ പേടിക്കുന്നത്? നമ്മുടെ കുട്ടിയല്ലേ അത്. ഇപ്പോഴെങ്കിലും എനിക്ക് സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അത് ഒരുപാട് അനർത്ഥങ്ങൾ ഇവിടെ ഉണ്ടാക്കും. അരുണിമേ, ഞാനില്ലാതിരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അനിഷ്ടങ്ങൾ മാത്രമാണ് അതുകൊണ്ടുണ്ടായത്. നീ മേഘനെ പഴിചാരിയതെല്ലാം വെറുതെ ആയിരുന്നു. മിഥുന്റെ ജാതകത്തിലെ ദോഷങ്ങളെക്കുറിച്ചും ഒരുപാട് തെറ്റിദ്ധരിച്ചു. മേഘനെ എപ്പോഴും മിഥുന്റെ അടുത്തില്ലെങ്കിൽ മിഥുനെ മരണം കൊണ്ടുപോകുമെന്നത് ഉറപ്പാ. അതറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭാഗ്യദേവതയെ നീ അകറ്റി നിർത്തുകയായിരുന്നു. പാവം മേഘനയെ നീ വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്തു. അവരെ തമ്മിലകറ്റാൻ നിന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം നീ ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം വേറെ ആരുമല്ല അരുണിമേ. ഈ മഞ്ജരിയല്ലേ?
ഭാർഗവ പണിക്കർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നതെല്ലാം സത്യം മാത്രമാണ്. നിന്നെ വഴിതെറ്റിച്ചത് മഞ്ജരിയാണ്. എന്നെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാണ്ട് തടവിലാക്കിയതും ഈ മഞ്ജരിയാണ്. ഞാനെങ്ങാനും പുറത്തിറങ്ങിയ സത്യങ്ങളെല്ലാം പുറത്തു പറയുന്നുള്ള പേടികൊണ്ട് എന്നെ തീർക്കാനായിരുന്നു ഇവള് ശ്രമിച്ചത്. നന്ദൻ കുടുംബത്തെ രക്ഷിക്കാനെത്തിയ മേഘന എന്ന ദേവതയെ ആട്ടിപ്പായ്ക്കാനും പരിശ്രമിച്ചു. പകരം വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്ന മഞ്ജരിയെ പൊന്നുപോലെ വീട്ടിൽ നിന്ന് എഴുന്നള്ളിച്ചിരുത്തി. ഇവിടെയാണ് അരുണിമേ സകല തെറ്റുകളുടെയും ഉറവിടം. ഇനിയെങ്കിലും നിനക്ക് പറ്റിയ അബദ്ധമെല്ലാം തിരുത്തി കുറിക്കാൻ നിന്നെ സഹായിക്കാനാ ഒരു വിധത്തിൽ ഞാൻ ഇവിടം വരെ എത്തിയത്. മഞ്ജരി, ഭാർഗവ പണിക്കർ പറഞ്ഞതൊക്കെ സത്യമാണോ? ആന്റി, ഈ ഒന്നിനും കൊള്ളാത്ത കിളവൻ പറഞ്ഞ വിശ്വസിച്ചോണ്ട് ആന്റി എന്നെ സംശയിക്കണം. കിഴവനല്ല അദ്ദേഹം, പണിക്കർ അദ്ദേഹമാണത്. അദ്ദേഹത്തിന്റെ പ്രായത്തിനെയും അറിവിനെയും ബഹുമാനിച്ചുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ആന്റി, അയാള് പറയുന്നതെല്ലാം കള്ളത്തരാണ് ആന്റി. ഒരിക്കലുമല്ല. പണിക്കർ ഒരു കാരണവശാലും കള്ളം പറയില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും. സത്യം പറഞ്ഞു പറയാം മഞ്ജരി. ആന്റി, അത് ആന്റി ആന്റി, ഞാൻ പറയുന്നത് എന്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം തരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ തന്നെയാണ് തെറ്റുകാരി എന്ന് ഞാൻ മനസ്സിലാക്കും. അതല്ലേ സത്യം? ആന്റി, ഇറ്റ്സ് നോട്ട്. നിന്നെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചതാ, എന്നിട്ട് എന്നെ തന്നെ പറ്റിക്കാൻ നോക്കുന്നു. നിന്നെപ്പോൾ ഒരുമ്പിട്ടിറങ്ങിയ വൃത്തികെട്ടവളുമാരുണ്ടായതുകൊണ്ടാ മേഘനയെ പോലുള്ള നല്ല വ്യക്തികളുടെ മനസ്സും ആരും തിരിച്ചറിയാതെ പോകുന്നത്. നിന്നെ വിശ്വസിച്ചത് എത്ര വലിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു മഞ്ജരി. എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ തോന്നാതിരുന്നത് മിഥുന്റെ ഭാഗ്യം കൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നേനെ. ഇനി നിന്റെ അമ്മയുടെ നിഴല് പോലും എന്റെ വീടിന്റെ പരിസരത്ത് പോലും പതിക്കരുത്. ഇനി ജന്മം നിന്റെ തിരുമുഖം എന്റെ മുമ്പിൽ കൊണ്ട് കാണിക്കല്ലേ. ഗുഡ് ബൈ. ഇപ്പൊ നിനക്ക് മതിയായല്ലോ, വയറ് നിറഞ്ഞു കാണുമല്ലോ. നിന്റെ കഷ്ടപ്പാടെല്ലാം വെള്ളത്തിലായത് കണ്ടില്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. മിഥുന് വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്തു കൂട്ടിയെ. ഒടുവിൽ അവൻ തന്നെ നിന്നെ ചവിട്ടി തെറിപ്പിച്ചില്ലേ. ഇനി എന്തിനടി ഈ ഇടപാടിന് പോകുന്ന? ഒക്കെ നിർത്തിയിട്ട് നീ നിന്റെ ജീവിതം നോക്ക്. പറ്റില്ല മോം. അരുണിമാന്റിയെ കൺവിൻസ് ചെയ്യാനൊക്കെ എന്നെ കൊണ്ടാവുന്നതേ ഉള്ളൂ. ഈ പണിക്കര് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അരുണിമാന്റിയെ വിശ്വസിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. എന്നാലല്ലേ മിഥുനെ എനിക്ക് കല്യാണം കഴിക്കാനാവൂ. നിന്നെ ഞാൻ നീ വന്നേ. എടി മഞ്ജരി, ഒന്ന് പതുക്കെ പോടി പെണ്ണെ. പറ്റില്ല മോം. അരുണിമാന്റി വീട്ടിലെത്തിച്ചേരുന്നതിന് മുമ്പ് എനിക്ക് ആന്റിയെ കാണണം. എല്ലാം ഒന്ന് സംസാരിക്കണം. മഞ്ജരി, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കും മോളെ. ഈ എടുത്തുചാട്ടം നല്ലതിനല്ല കേട്ടോ. ഇത് നിന്നെ ചീത്തയിലേക്ക് മാത്രമേ നയിക്കൂ മഞ്ജരി. ശെടാ, ഒന്ന് പതുക്കെ പോവാനല്ലേ പറഞ്ഞത്? മോം, കുറച്ചു നേരം ഒന്ന് വായടച്ചിരുന്നേ. അയ്യോ മിഥുനേട്ടാ, തല ശരിക്ക് തോർത്തിട്ട് പോലുമില്ല. അങ്ങ് വന്നേ.
അതെയോ? എപ്പോ? ഓ മൈ ഗോഡ്. ശരി എന്നാ ഞങ്ങളിപ്പോ തന്നെ തിരിക്കുക. എന്തു പറ്റും മിഥുനേട്ടാ? മേഘനെ വന്നേ. മിഥുനേട്ടാ, സർ, ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ ശേഷം ബോഡി ഹാൻഡ് ഓവർ ചെയ്യാം. ഡാഡ്, ഓ മിഥുൻ, എന്താ പറ്റിയത്? എന്താണ് ഞാൻ നിന്നോട് പറയാ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാറ് നേരെ കൊണ്ട് ആന്റിയുടെ മുമ്പിൽ നിർത്തിയാലേ ശരിയാവുള്ളൂ. ഇതൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല മോനെ. ആതിര ഇനി ഒരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല.